അടൂരിൻ്റെ സാംസ്കാരിക കലാ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഇ.വി. കലാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ സർഗോത്സവത്തോട് അനുബന്ധിച്ച് നൃത്ത സംഗീത മെഗാ റിയാലിറ്റി ഷോയും സാംസ്കാരിക സമ്മേളനവും നടന്നു. അടൂർ ഗീതം ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. അടൂരിൻ്റെ എം.എൽ.എയും കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറുമായ ശ്രീ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് ഇ.വി. കലാമണ്ഡലത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ കെ.ജി. വാസുദേവൻ സ്വാഗതം ആശംസിച്ചു. സമ്മേളനത്തോട് അനുബന്ധിച്ച് ഡോക്ടർ ഷാജി പാലങ്ങാട്, ഡോക്ടർ കുമാർ വി, രേണുക ഗിരിജൻ, മുണ്ടക്കയം അപ്പുകുട്ടൻ എന്നിവരെ ശ്രേഷ്ഠശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. മലയാളത്തിൻ്റെ സംസ്കാരം മാനവികതയും മനുഷ്യസ്നേഹവുമാണെന്നും അത് ജാതിബോധത്തിൻ്റെയോ മതബോധത്തിൻ്റെയോ അന്ധവിശ്വാസത്തിൻ്റെയോ അനാചാരത്തിനോ അതീതമാണെന്നും അത് ശാസ്ത്രവും യുക്തിയും പ്രായോഗികതയും ഇണചേർന്ന ഒന്നാണെന്നും സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ മന്ത്രി സംസാരിച്ചു. ആയിരക്കണക്കിന് കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഒരുപക്ഷെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നാണ് ഈ കലാമണ്ഡലം. ഇവിടെ ഇരിക്കുന്നവരുടെ അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കും സമയം കാര്യമില്ല. എന്നേക്കാൾ കൂടുതൽ ഈ സ്ഥാപനത്തിൽ പരിചയമുള്ള കുഞ്ഞുങ്ങളാണ് എന്നതുകൊണ്ട് അതിൻ്റെ സാക്ഷിക്കുന്നത്. കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കലാപ്രവർത്തകരും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരും നടത്തുന്ന സ്ഥാപനം. ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സർവകലാശാല കലകൾക്ക് വേണ്ടി ആരംഭിച്ച് പ്രവർത്തിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ കേരളമാണ്. ഓരോ വിഭാഗത്തിലുള്ള കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നത് പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളും വെല്ലുവിളിക്കാറുണ്ട്. ഇപ്പോ കേരള സംഗീത നാടക അക്കാദമി, ആ സംഗീത നാടക അക്കാദമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കലാകാരന്മാരെ പ്രത്യേകമായി വളർത്തിയെടുക്കുന്നതിനുള്ള സൗകര്യം വരുന്നുണ്ട്. ഫോക്ലോർ അക്കാദമി കേരളത്തിൽ നാടൻ കലകളെ, ലോകകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നാടാണ് ഫോക്ലോർ അക്കാദമി അവരുടെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട